സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കടൽക്കയറ്റം രൂക്ഷമായ പുത്തൻതോട്, കണ്ണമാലി, ചെറിയ കടവ് പ്രദേശങ്ങളിലെ വീടുകൾ ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സന്ദർശിച്ചു. കടൽക്കയറ്റം മൂലം ഭീതി വിതയ്ക്കുന്ന തീരത്ത് ജനങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു. കടൽ കയറി നാശനഷ്ടമുണ്ടായവർക്ക് ധനസഹായം നൽകണമെന്നും ചെല്ലാനത്ത് നിർമ്മിച്ചതുപോലെ പ്രഡാപോഡ് ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി പുത്തൻതോട് മുതൽ വടക്കേക്കോട്ട് അടിയന്തരമായി നിർമ്മിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഡോക്ടർ ആനാപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങളിൽ ഭേദഗതി ചെയ്യണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പത്തംവള്ളി സെന്റ് മൈക്കിൾസ് യൂണിറ്റ് പൊതുയോഗം ആവശ്യപ്പെട്ടു. വികാരി റവറൻഡ് ഡോക്ടർ ജോസഫ് പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജോയി പുനശ്ശേരിൽ, യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോണി കുട്ടി തറക്കുന്നേൽ, ഫൊറോന പ്രസിഡന്റ് ടോമി കടവിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഷാർജയിലെ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖാന തിരുനാൾ ആഘോഷങ്ങൾക്ക് ജൂൺ 28-ന് കൊടിയേറി. ആഘോഷമായ തിരുനാൾ കുർബാന ജഗദൽപൂർ ബിഷപ്പ് അഭിവന്യമാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂലൈ 7-ാം തീയതി നടത്തപ്പെടുമെന്ന് വികാരി ഫാദർ സവാരി മുത്തു ആന്റണി സ്വാമി, സഹവികാരി ഫാദർ ജോസ് വട്ടുകുളത്തിൽ എന്നിവർ അറിയിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് യുവജനങ്ങളിൽ വളർന്നുവരുന്ന ലഹരി ആസക്തിക്കെതിരെയും ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റിയും ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലും കോളേജുകളിലും MCYM പത്തനംതിട്ട ഭദ്രാസനവും അനുഗ്രഹ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചേർന്ന് ജൂൺ 26-ന് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് MCA ഹൈസ്കൂളിൽ നടത്തിയ ഉദ്ഘാടന സമ്മേളനത്തിൽ തണ്ണിത്തോട് സബ് ഇൻസ്പെക്ടർ സണ്ണി സന്ദേശ റാലി ഉദ്ഘാടനം ചെയ്തു. മൈലപ്രയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പത്തനംതിട്ട ഭദ്രാസന വികാരി ജനറൽ മോൺസനൂർ വർഗീസ് മാത്യു കാളായിൽ വടക്കേത്തിൽ സന്ദേശം നൽകി. യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ സേവനം ചെയ്യുന്ന വൈദികരുടെ വാർഷിക ധ്യാനവും സമ്മേളനവും യൂറോ ക്ലോറോ 2024 ജൂൺ 10 മുതൽ 14 വരെ തീയതികളിൽ സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച് നടന്നു. മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസ് കോംബോക്കാനോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ജൂലൈ 3-ന് ദുഃഖാന ഊട്ട് തിരുനാൾ ആഘോഷിക്കും. രാവിലെ 8:30 മുതൽ 2 വരെയാണ് ഊട്ടുസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് നിർധരരായവർക്ക് 3 ഭവനങ്ങൾ ഒരുക്കാനും വൃക്ക രോഗികൾക്ക് ഡയാലിസിസിനുള്ള സഹായം നൽകാനും വിവിധ രോഗങ്ങളാൽ വലയുന്നവർക്ക് സഹായം നൽകാനുമായി 1 കോടിയിലധികം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം നീക്കിവെച്ചിട്ടുണ്ട്. KCBC മധ്യവൃദ്ധ സമിതി തൃശൂർ അതിരൂപതയും പുതുക്കാട് ഫൊറോന സമിതിയും സംയുക്തമായി ആമല്ലൂരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷനായി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ഫൊറോന പ്രൊമോട്ടർ ഫാദർ സോണി കിടക്കൂട്ടൻ, ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ, ഫാദർ ഷിജു TS, എബ്രഹാം സിജു പയ്യപ്പള്ളി, ആൽഫോൺസ് ജോസഫ്, CP ഡേവിസ് ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെന്നൈ ഫ്രീഡം ട്രസ്റ്റുമായി ചേർന്ന് നടത്തിയ ഭിന്നശേഷിയുള്ളവർക്കായി സൗജന്യ പുനരധിവാസ ക്യാമ്പിൽ പങ്കെടുത്ത 56 പേർക്ക് വീൽ ചെയർ, മൊബിലിറ്റി എയ്ഡ്സ്, അസിസ്റ്റീവ് ഡിവൈസുകൾ, ഓർത്തോഡിക്സുകൾ അഥവാ ആർട്ടിഫിഷ്യൽ ലിംസ് എന്നിവ സൗജന്യമായി നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിന്റെ വാർഷികം പാമ്പാക്കുട സെന്റ് ജോർജ് സേസോൺസ് വലിയ പള്ളിയിൽ നടന്നു. മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ വിമോചനം ലക്ഷ്യമാക്കി പ്രാർത്ഥനാ യോഗങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ ബെസിലിയോസ് മാർ തോമ മാത്യു സിറിയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ചടങ്ങിൽ ഫാദർ ബിജു മാത്യു വക്കാനം അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ കൊല്ലം രൂപത KCSL ഉദ്ഘാടന കർമ്മം സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ വെച്ച് ജൂൺ 27-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഇടവക വികാരിയും BCC ഡയറക്ടറുമായ റവറൻഡ് ഫാദർ ജോസ് സെബാസ്റ്റ്യൻ നിർവഹിച്ചു. മുൻ KCSL പ്രസിഡന്റ് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ C ക്ലീറ്റസ് അധ്യക്ഷസ്ഥാനം വഹിച്ച യോഗത്തിൽ KCSL രൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ ജിജോ ജോസ്, KCSL നിയുക്ത പ്രസിഡന്റ് ശ്രീ അജിത് കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. ഇരിട്ടി YMCA പ്രവർത്തന വർഷ ഉദ്ഘാടനവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ജൂൺ 27-ന് ഇരിട്ടി സ്കൈ പെൻഡ്ര റെസിഡൻഷ്യൽ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു.
തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞർലക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ YMCAയുടെ പ്രധാന പ്രവർത്തകർ സംസാരിച്ചു. അതോടൊപ്പം പുതിയ പ്രവർത്തന വർഷത്തിൽ നിരവധി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുകയും ചെയ്തു. പുതിയ പ്രവർത്തന വർഷത്തിൽ പ്രസിഡന്റായി ഷിൻഡോ മൂക്കനോലിയും വൈസ് പ്രസിഡന്റായി തോമസ് കളരിക്കലും തിരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കയം മലയോര മേഖലയിലെ കുടിയേറ്റത്തിന്റെ 75ാം വാർഷികം ആചരിക്കും. 1947 മുതൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ധാരാളം ആളുകൾ പാലക്കയം മേഖലയിലേക്ക് കുടിയേറി പാർത്തതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ് വിവിധ പരിപാടികളോടെ കൊണ്ടാടപ്പെടുന്നത്. മലയോര മഹോത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2-ന് പാലക്കയം ടൗണിൽ വിളംബര ജാഥ, ബൈക്ക് റാലി എന്നിവ സംഘടിപ്പിക്കും. മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിളംബര ബൈക്ക് റാലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ND തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പാലക്കയത്ത് നടക്കുന്ന മലയോര മഹോത്സവത്തിന് BK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. അന്ധബധിര വൈകല്യമുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അസീം പ്രേംജി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെലൻ കെല്ലർ അനുസ്മരണം നടത്തി. തെലകം ചൈതന്യയിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് SLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിയുള്ള കുട്ടികളെയും ഭിന്നശേഷിയുള്ളവർക്കായി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട്പുട്ടിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയിലെ കരുപ്പത്തൊട്ട് സ്വദേശി അജൽ സീവറിനെയും ആദരിച്ചു. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യവുമായി മലങ്കര ഓർത്തഡോക്സ് സഭയും കൊല്ലം മെത്രാസനവും ഇടവക തലങ്ങളിലും സ്കൂൾ മേഖലകളിലും ബോധവൽക്കരണം നടത്തുന്നു. മെത്രാസന ഉദ്ഘാടനം ജൂൺ 30-ന് നല്ലില സെന്റ് ഗബ്രിയേൽ സുബ്രോ ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തപ്പെടും. ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ ഋഷിരാജ് സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഷിജോയ് P. കുഞ്ഞുമോൻ ക്ലാസ് നയിക്കും. ഫാദർ PT ഷാജൻ ലഘുലേഖ പ്രകാശനം നിർവഹിക്കും. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷ്യത്തിന്റെ അനുസ്മരണമായ ദുഃഖാന തിരുനാളിനോടനുബന്ധിച്ച് സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെയും ചങ്ങനാശ്ശേരി അതിരൂപത എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർത്തോമാ പൈതൃക സമ്മേളനം കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിൽ നടത്തപ്പെടും. ജൂലൈ 1-ന് രാവിലെ 10-ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിക്കുകയും മാർത്തോമാ സഭയുടെ റവറൻഡ് ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാൻ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആമുഖ പ്രഭാഷണം നടത്തും. അമല ഫെലോഷിപ്പ് കൊരട്ടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗികൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം പ്രസിഡന്റ് VJ തോമസ് നിർവഹിച്ചു. അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, KS ഡയറക്ടർ ഫാദർ തോമസ് വാഴക്കാല, PR ജോസഫ് വർഗീസ് ഫെലോഷിപ്പ് ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന വയനാട് ജില്ലയിലെ ജനങ്ങളോടുള്ള കടുത്ത അവഗണന, വഞ്ചന കേന്ദ്ര സംസ്ഥാന സർക്കാരും വനം വകുപ്പും തുടരുകയാണെന്ന് KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KL പൗലോസ് ആരോപിച്ചു. കടുവയും ആനയും അടക്കം വന്യജീവികൾ ജനങ്ങളുടെ സൗകര്യം കെടുത്തുകയാണ്. ഈ സാഹചര്യത്തിലും സൗത്ത് വയനാട് DFOയുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനും ആത്മവിശ്വാസം പകരാനും ഉത്തരവാദിത്തപ്പെട്ടവർ ഇല്ലാത്ത അവസ്ഥയാണ് ജില്ലയിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുൽപ്പള്ളി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കാട്ടാനകൾ കൃഷിയിടങ്ങൾ തരിപ്പണമാക്കുന്ന സാഹചര്യത്തിൽ സർക്കാരും വനംവകുപ്പും നിസ്സംഗത തുടർന്നാൽ ജനം നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം സംജാതമാകുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകി. ബാഹ്യപ്രകടനങ്ങൾ ഒഴിവാക്കി അകക്കൊമ്പിൽ ആത്മീയത നിറച്ച മഹാത്മാവായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത എന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫഗ്രൻ മെത്രാപ്പൊലീത്ത. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ ധന്യമേ ജീവിതം ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അനുസ്മരണം തിരുമൂലപുരം ബദനി മാർത്തോമാ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസ് മലയ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബിഷപ്പ് ഗീവർഗീസ് മാറപ്പയും ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ലഹരി വിരുദ്ധ ദിനത്തിലെ കത്തോലിക്ക യുവജനങ്ങളുടെ പ്രതിജ്ഞ ശ്രദ്ധേയമായി. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് SMYM അണക്കര ഫൊറോനയുടെ എക്സിക്യൂട്ടീവ് വേറിട്ട തീരുമാനങ്ങളുമായി ചെയ്ത പ്രതിജ്ഞയാണ് ശ്രദ്ധേയമായത്.
ലഹരി ഉപയോഗിക്കില്ല, കൊടുക്കില്ല, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി വിവാഹം കഴിക്കില്ല എന്ന പ്രതിജ്ഞാവാചകം നിശ്ചയദാർഢ്യത്തോടെയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏറ്റുചൊല്ലിയത്. പുതുതലമുറയുടെ തലച്ചോറ് മരവിപ്പിച്ച് രാജ്യത്തെയും കുടുംബങ്ങളെയും തകർക്കാൻ കഴുകൻ കണ്ണുകളുമായി ലഹരി മാഫിയ വലവിരിക്കുമ്പോൾ യുവജന പ്രസ്ഥാനങ്ങളുടെ ഇത്തരം നീക്കം നാടിന് തന്നെ പ്രതീക്ഷയുണർത്തുന്നതായി മാറി. വയനാട് ജില്ലയിലെ മലയോര കർഷകർ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കർഷക സമൂഹം അറിയിച്ചു. വന്യമൃഗശല്യം രൂക്ഷമാണെന്നും ജീവന് പോലും ഭീഷണിയാകുന്ന അപകട സാഹചര്യങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അധികാരികളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അവർ സംരക്ഷിക്കുന്നത് മനുഷ്യരെയല്ല വന്യജീവികൾക്ക് വേണ്ടിയാണ് നിലപാടെടുക്കുന്നതെന്നും കർഷകർ വ്യക്തമാക്കി. ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകകൾ ഉടൻ അനുവദിക്കണമെന്നും വന്യമൃഗങ്ങളിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കർഷക സമൂഹം ആവശ്യപ്പെട്ടു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.